ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചോലെ ഭട്ടൂരയുടെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിനു വേണ്ടി കുറച്ച് ഈസ്റ്റ്, പഞ്ചസാര, ഇളം ചൂടുള്ള പാല് മിക്സ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദ, 1.5 ടേബിൾ സ്പൂൺ തൈര്, ഈ ആക്ടിവേറ്റായ ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവ് പോലെ തന്നെ കുഴച്ചെടുക്കണം, വെള്ളം കൂടാനേ പാടില്ല. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് നന്നായി വീണ്ടും കുഴച്ചെടുക്കണം. ഡോ നല്ല ഫ്ലഫിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യണം. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഒരു നനവുള്ളൊരു തുണി വെച്ചിട്ട് കവർ ചെയ്ത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഫ്ലഫി ആയിട്ട് ഡോ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ അളവ് വെച്ചിട്ട് ഒരു 12 ഭട്ടൂര വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ചപ്പാത്തി പരത്തി എടുക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല. കുറച്ച് എണ്ണ തടവിയിട്ട് പരത്തുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. എണ്ണ വിരലിൽ പുരട്ടിയിട്ട് നന്നായിട്ട് വട്ടത്തിൽ പരത്തിയെടുത്താലും മതി. നമ്മൾ ചപ്പാത്തി കോല് വെച്ചിട്ട് തന്നെ പരത്തണമെന്ന് നിർബന്ധമില്ല. കൈ വെച്ചിട്ട് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇത് വറുത്തെടുക്കുക. പൂരി വറുത്തെടുക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് ഫ്ലഫിയായി പൊന്തി വരുന്ന വിധത്തിൽ ഭട്ടൂര സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഭട്ടൂരയ്ക്കുള്ള ഒരു അടിപൊളി കോമ്പിനേഷനായിട്ടുള്ള ഒരു ചോല മസാലയാണ് കാണിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് രാത്രി കുതിർത്ത് വെച്ച വെള്ളക്കടല, അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ച് പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 20 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇനി ഇതിനൊരു ഗ്രേവി ഉണ്ടാക്കിയെടുക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, സവാള നന്നായി പേസ്റ്റ് രൂപേണ അരച്ചെടുക്കണം. എന്നിട്ട് ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ജീരകം, കടുകല്ല ഉപയോഗിക്കുന്നത്, ജീരകമാണ്. ജീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഈ സവാള മിക്സും ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പിടുക. ഈ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ആഡ് ചെയ്ത് നന്നായി മസാല വറുത്തെടുക്കണം. പച്ചമണം നന്നായി മാറണം. എന്ന് വെച്ചാൽ നമ്മൾ റോ ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറണമെന്ന് നിർബന്ധമാണ്. അതിലേക്ക് ഒരു തക്കാളി ആഡ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ ഗ്രേവി ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ച് കടല ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ തന്നെ അടിപൊളി നല്ല മണം വരുന്നത്. ഇതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് നമ്മുടെ ചോല മസാല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കി എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.